ഹായ് കൂട്ടുകാരെ, ഇടുക്കി ചില്ലീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മളിപ്പം എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തൊടുപുഴയിലാണ് കേട്ടോ. അപ്പോൾ തൊടുപുഴ നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ പ്രമാണിച്ച് തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി റൂട്ടിൽ ഇവിടെ മറൈൻ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മളിന്ന് കിടക്കുന്നത് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ തൊടുപുഴയ്ക്ക് ഒരു ആവശ്യമായിട്ട് വന്നതായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് പോകാം, കൂടെ നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ കാഴ്ചകളിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കിടക്കാം. വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. കോലാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മറൈൻ എക്സ്പോ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാണെങ്കിലും ഒരു ഈവനിങ് ടൈമാണെന്നുള്ള കാര്യം നിങ്ങൾ ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ധാരാളം വാഹനങ്ങളും അതുപോലെ ധാരാളം ആളുകളൊക്കെ നമ്മുടെ തൊടുപുഴയിലുള്ള ഈ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ആ കാണുന്ന മറൈൻ എക്സ്പോയുടെ ഉള്ളിലേക്ക് പോകണം. എന്നിട്ട് ലൈവായിട്ടുള്ള ആ ഒരു കടലിൻ്റെ ഉള്ളിലുള്ള ആ മത്സ്യങ്ങളെല്ലാം ഒന്ന് കണ്ട് നമുക്ക് ആസ്വദിക്കണം. ഒരാൾക്ക് 100 രൂപയാണ്, ഇൻക്ലൂഡിങ് GST ഉൾപ്പെടെ 100 രൂപയാണ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശരിക്കും ഫ്രീ ആണ് ടിക്കറ്റ്. അപ്പം 100 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അല്ല, വൈകുന്നേരം 4 മണി തൊട്ടാണ് ഈ ഷോ ഇവിടെ ആരംഭിക്കുന്നത് കേട്ടോ. 4 മണിക്ക് മുമ്പേ വന്നാൽ ഇത് കാണാൻ പറ്റത്തില്ല. നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. മറൈൻ എക്സ്പോ ശരിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ചേട്ടാ പോയിട്ട് വരാം കേട്ടോ. ഇറങ്ങിയത് നമ്മൾ കയറി ചെല്ലുന്ന ഒരു കവാടം തന്നെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു സമുദ്രത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉള്ള ഒരു ഫീലിങ്ങിലാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ നടന്നു പോകുന്ന 2 സൈഡിലും കടൽ മത്സ്യത്തിലെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ്, അതായത് പിക്ചർ ഇവിടെ ആഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ചെല്ലണം കേട്ടോ. ചെന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. എന്നാണെങ്കിലും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് നമ്മുടെ അബ്ദുൽ കലാം സാറാണ് കേട്ടോ. സാറിൻ്റെ ഒരുപാട് പല രീതിയിലും പല വെറൈറ്റിയിലുമുള്ള പ്രതിമകൾ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. എന്നാണെങ്കിലും അതൊക്കെ കണ്ടിട്ട് നമുക്കിത് മറൈൻ അക്വേറിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു പവലിയനും അതുപോലെ റോക്കറ്റും, ഇന്ത്യയുടെ ആ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ചരിത്രമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പവലിയനാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെ കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ വേൾഡിലേക്കാണ് പിന്നെ കിടക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ടണ്ണൽ അക്വേറിയം കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാടിൻ്റെതായ ഒരു പ്രതീതിയൊക്കെ കൊടുത്ത് കാട്ടുമൃഗങ്ങളുടെ എല്ലാം ഒരു സ്റ്റാച്ചു, അങ്ങനെയുള്ള കംപ്ലീറ്റ് ശരിക്കും ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെ അടിപൊളിയായിട്ട് അവരിങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ അടിപൊളി ലൈറ്റപ്പുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സീബ്രയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കി. അപ്പം ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ജിറാഫൊക്കെ ശരിക്കും നമ്മുടെ ബാലരമയിലും അതുപോലെ ബാലമംഗളത്തിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അതേ ചിത്രവും അതേ ഭാവനയിലുള്ള ഓരോ മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഏരിയ എല്ലാം ഫുള്ള് അങ്ങനെയാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെൻഗിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെയൊക്കെ സൗണ്ട് നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ആ ഒരു ലെവലിൽ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, നമുക്ക് വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ടും അതുപോലെ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റും. നല്ല കിഡിന് ആംബിയൻസിലാണ് ഇവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചേക്കണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി പോകാൻ തോന്നുന്നില്ല, അത്രയേറെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് വലിയവർക്ക് വന്നിട്ട് വരെ ഈ ക്രിയേറ്റിവിറ്റി കണ്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ട്. എത്ര രസമായിട്ടാണ് അവർ അത് നിർമ്മിച്ച് വെച്ചേക്കണമെന്ന് നോക്കി. സത്യത്തിൽ ഇനിയാണ് രസം. നമ്മളിപ്പോൾ രണ്ടാമത്തെ പവലിയൻ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ പവലിയിൽ നിന്ന് പിന്നെ അടുത്ത ഒരു പവലിയിലേക്ക് പോകുമ്പോൾ അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ ജിറാഫും ഡിനോസറും അങ്ങനെയുള്ള വലിയ മൃഗങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണേ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാല്ലേ. നമ്മൾ പിന്നെ ഇങ്ങനെ പോകുന്ന രണ്ട് സൈഡിലും ഒരുപാട് വ്യത്യസ്തമായ മീനുകളുടെ ഒരു അക്വേറിയം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ രണ്ട് സൈഡും മാറി മാറി നമുക്ക് അക്വേറിയത്തിൻ്റെ ആ മീനിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിലെ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന അതേ പ്രതീതിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നാൽ കിട്ടുന്നത് കേട്ടോ. ശരിക്കും നോക്കി തലയ്ക്ക് മേളിൽ ഇതുണ്ടോ നല്ല അടിപൊളി ഫിഷേഴ്സ് ആണ്. അതായത് നമ്മൾ കയറുമ്പോൾ ചെറിയ മീനാണ്, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കയറി ഓരോ സ്റ്റെപ്പ് വെക്കും തോറും നമുക്ക് കാഴ്ചകളുടെ വേറൊരു ലോകത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ നിന്ന് ഫോട്ടോഷൂട്ടും അതുപോലെ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മീനൊക്കെ തലോടി ഇങ്ങനെ കണ്ട് നമ്മുടെ തലയ്ക്ക് മേളികളൊക്കെ ഇങ്ങനെ മീനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. ഇത് നോക്കി നല്ല അടിപൊളിയായിട്ട് മീനെ നമുക്കിങ്ങനെ തലോടി ചേർന്ന് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഓരോ സെക്ഷൻ കയറി ചെല്ലുമ്പോഴും തന്നെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുകൊണ്ട് മീനിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കി അപ്പോൾ നമ്മൾ ഇത്ര ഏരിയ നിലവിൽ ഇങ്ങോട്ട് കഴിഞ്ഞു വന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറുവാണ്. ഇവിടെ അതെ കുറേ വെറൈറ്റി ആയിട്ടുള്ള മീനുണ്ട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടോ തലയ്ക്ക് മേളിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ. കയ്യെത്ത് പിടിച്ചാൽ പോലും നമുക്ക് എത്തത്തില്ല, അത്ര വലുപ്പത്തിലാണ് ഈ ടണൽ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും എൻ്റെ തലയ്ക്ക് മേളിലാണ് ഈ മീനെല്ലാം കിടക്കണം കേട്ടോ. നോക്കി എത്ര വ്യത്യസ്തമായിട്ടുള്ള എത്ര കളർഫുൾ ആയിട്ടുള്ളൊരു ഒരു ടണൽ അക്വേറിയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നോക്കി. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ ബൈക്കിലേക്ക് നോക്കുമ്പോഴല്ലോ എന്തൊരു നീളത്തിലേക്ക് ടണൽ കിടക്കണമെന്ന് നോക്കി. എൻ്റെ പൊന്നു കൂട്ടുകാരെ ഒരു രക്ഷയിലാട്ടോ. അതിലുപരി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് കേട്ടോ. അക്വേറിയത്തിനുള്ളിൽ നിന്ന് ഫൈനലി നമ്മൾ പുറത്തോട്ട് ചാടി കേട്ടോ. നോക്കിയാൽ ഇപ്പോഴും ആളുകൾ അവിടെ ഇങ്ങനെ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ ടണൽ അക്വേറിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആ ടണൽ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ചാടി കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും കടലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ മത്സ്യങ്ങളാട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് കാഴ്ചകളുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു അടിപൊളി അക്വേറിയം എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും കേട്ടോ. മാത്രമല്ല നമ്മൾ ഇത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെയും അതുപോലെ വിവിധ ഷോപ്പുകളുടെയും ഒക്കെ ഒരു സ്റ്റാളുകളാണ്. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അച്ചാറുകൾ, അതും വ്യത്യസ്തമായ രുചികളിലും വ്യത്യസ്തമായ ഐറ്റങ്ങളിലുള്ള അച്ചാറുകൾ, അതുപോലെ നമുക്കത് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് സ്റ്റാളുകൾ, അങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ പണ്ട് കഴിച്ച് പറന്നു പോയിരിക്കുന്ന നമ്മുടെ നാരങ്ങ മിഠായി, തേൻമിഠായി ഉൾപ്പെടെയുള്ള സകല സാധനങ്ങൾ ഇത് ഈ സ്റ്റാളിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഡ്രസ് കളക്ഷൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്കുണ്ട്. എന്താണെങ്കിലും കാഴ്ചകളുടെ ഒരു ബഹുപൂരമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് മൊത്തം ഇവിടെ ഏകദേശം 4 മണി മുതൽ വൈകുന്നേരം 9:30 വരെ ഇവിടെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും കേട്ടോ. ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് നല്ല സ്റ്റാളുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ പച്ചക്കറി വിത്തുകളുടെ ഒരു അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് അങ്ങനെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങിയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് പിന്നീട് വേറൊരു ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടണൽ അക്വേറിയം. പിന്നെ ഉള്ളത് കുറച്ച് സ്റ്റാളുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അവിടെ ബിസിനസ്സാണ്, താല്പര്യമുള്ളവർക്ക് മേടിക്കാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന, ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നല്ല മഴയാണ്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും നല്ല മഴ നമുക്ക് ഉള്ളതാണല്ലോ. അപ്പോൾ അത് തൊഴിൽ വന്നിട്ട് അതിനൊരു മാറ്റം വരണ്ട. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്, മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആകാശ ഊഞ്ഞാൽ അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇനി നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ കയറി ആക്ടിവിറ്റീസായിട്ട് അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ചകളല്ലായിരുന്നോ? നമ്മളൊരു ടണൽ അക്വേറിയത്തിൻ്റെ അതുപോലെ ചുറ്റുപാടുള്ള മനോഹര കാഴ്ചകളൊക്കെ ഉണ്ട്. ആ മെയിൻ്റെയൊക്കെ കാഴ്ചകൾ സത്യത്തിൽ കണ്ണ് ചിമ്മാതെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും തൊടുപുഴ ഒന്ന് എൻജോയ് ചെയ്യുക. തീർച്ചയായിട്ടും ഡിസംബർ 17 മുതലാണ് ഈ കാഴ്ചകൾ ഇവിടെ ആരംഭിച്ചത്. എന്ന് വരേണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് കറക്റ്റ് ഒരു വിവരമില്ല. മാക്സിമം നേരത്തെ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക. കാരണം കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത്. അതുമാത്രമല്ല ബാക്കി ആക്ടിവിറ്റീസൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ഇടുക്കി ചില്ലീസ് മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും കൂടെ എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.